വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നതിൽ വലിയൊരു പങ്ക് റോഡുകൾക്കുമുണ്ട്. അധികൃതർ അനാസ്ഥ കാണിക്കുമ്പോൾ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് പൊതുജനങ്ങളാണ്. കൊല്ലത്തെ ഇരുചക്ര വാഹന യാത്രികർ ഭയക്കുന്ന ഒരു സ്ഥലം കൂടി കാണാം ഇനി. കാങ്കത്തുമുക്കിലെ ഈ ആലിൻ ചുവടെത്തുമ്പോൾ ഏതൊരു ബൈക്ക് യാത്രികനും ഒന്ന് ഞെട്ടും. അതെന്താണെന്നല്ലേ കാണാം. ഈ വളവൊന്ന് കടന്നു കിട്ടാൻ പാടുപെടണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ പിന്നെ പറയണ്ട. കൊല്ലത്തേക്കുള്ള ഒരു പ്രധാന പാതയാണിത്. കാക്കത്തുമുക്കിലെ മൂന്നും കൂടുന്ന റോഡിൽ നിൽക്കുന്ന ആൽമരത്തിനരികിലാണ് ഈ ദുരവസ്ഥ. മാസങ്ങളായി ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. റോഡിലെ കുഴികളിൽ വീഴുന്നവരെ ആശുപത്രിയിൽ എത്തിക്കലാണ് ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ ജോലി. ഇവിടെ നിരന്തരമായ ആക്സിഡൻ്റാണ് നടക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഈ ആക്സിഡൻ്റ് നടക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകാനേ സമയമുള്ളൂ. കുട്ടികൾ വീഴാറുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികൾ വീഴും, ചില പെൺകുട്ടികൾ വീഴാറുണ്ട്. മെനങ്ങാന്ന് തന്നെ ഇവിടെ 2 പേര്, ഇവിടെ ബൈക്കിൽ പോയ 2 പേര് വീണു. പരാതി ഞങ്ങൾ നിരന്തരം പറഞ്ഞു കുഴഞ്ഞു. ഇത് പൂർണ്ണമായിട്ടും ടാർ ചെയ്യാതെ ഒരു കാരണവശാലും ഇത് ശരിയാവത്തില്ല. പൂർണ്ണമായിട്ടും ടാർ ചെയ്യണം. PWD ഉദ്യോഗസ്ഥരോട് പലതവണ പരാതി ബോധിപ്പിച്ചു. എന്നാൽ അപകടങ്ങൾ കൂടുന്നതല്ലാതെ പരിഹാരമൊന്നുമില്ല. കാര്യം പരസ്പരം കുറ്റം പഴിചാരുകയാണ് ഉദ്യോഗസ്ഥ സമൂഹം മൊത്തത്തിൽ. അതുകൊണ്ട് ഭരണകൂടം കണ്ണു തുറക്കണം, കടമ നിർവഹിക്കണം. ജനസേവനമാണല്ലോ ഏതൊരു ഭരണകൂടത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം. അത് നിറവേറ്റുവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. ഇതുവഴി നിരവധി വാഹനങ്ങൾ പോകുന്നില്ലേ? മന്ത്രിമാരുടെ പോകുന്നു, MLA-മാരെ പോകുന്നു, കളക്ടർ പോകുന്നു. ഇവർക്കിത് കാണാനുള്ള കണ്ണില്ലേ? കേൾക്കാനുള്ള മനസ്സില്ലേ? സാധാരണക്കാരായ പാവങ്ങൾ എത്ര പേരാണ് ഈ കുഴികളിൽ വന്ന് വീഴുന്നത്? എത്ര പേർക്ക് മുറിവുകൾ സംഭവിച്ചു? ഇതിനാർക്കും ഒരു മറുപടിയും സമാധാനവും, ഇതിനെന്താണ് ഇതിന് ഉത്തരവെന്നുള്ളതാണ് ജനങ്ങൾക്കറിയേണ്ടത്. ഇന്നലെ വരെ ഇവിടെ ഭയങ്കര അതിശക്തമായ സമരങ്ങൾ വരെ നടന്നു. നിരവധി പേര് PWD പോയി പ്രതിഷേധങ്ങൾ അറിയിച്ചു. ഒന്നിനും പരിഹാരമില്ല. ഇടയ്ക്ക് മുമ്പ് 4 മാസമോ 3 മാസമോ ആകും ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് വെള്ളത്തിലങ്ങ് ഒലിച്ചു പോവുകയും ചെയ്തു. യാത്രക്കിടെ കുഴിയിൽ വീണവർക്കും ചിലത് പറയാനുണ്ട്. ഞങ്ങൾ ഈ കുട്ടികളുമായിട്ട് ഇതുവഴി വരുന്നപ്പം പല പ്രാവശ്യം ഇവിടെ വീഴേണ്ടത്. ഒരു പ്രാവശ്യം ഞാനിവിടെ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സൈഡിലോട്ട് ചരിഞ്ഞു വീണ്. എൻ്റെ മോൻ്റെ ഭാഗ്യത്തിന് ഞങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങളുടെ തൊട്ട് പുറവിന് മാമ്മൂട്ടിക്കടവിലോട്ട് വന്ന പ്രൈവറ്റ് ബസ്സും അല്ല ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് കഷ്ടിച്ച് അവരും ഈ റോഡിൻ്റെ കുണ്ടും കുഴിയും കണ്ടുകൊണ്ട് അവർ വളരെ സ്ലോയിൽ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. വളവിന് സമീപത്തുള്ള ട്രാൻസ്ഫോമറിന്റെ കവചവും ഇപ്പോൾ വളഞ്ഞു തന്നെ. വേറൊന്നുമല്ല, ആർക്കോ അടിതെറ്റിയപ്പോൾ ഇടി കിട്ടിയുള്ള നിൽപ്പാണ്. മഴക്കാലമായാൽ ഈ കുഴികളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും. പിന്നെ വീഴുന്നവർക്ക് വെള്ളക്കെട്ടിൽ നീന്തി കയറേണ്ടി വരും. എത്രയും വേഗം റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നതാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. റോഡ് അപകടങ്ങൾ പെരുകുമ്പോൾ ഒരു പ്രധാന കാരണം അധികാരികൾ കണ്ണു തുറക്കാത്തത് കൂടിയാണ്. ഈ അപകടവളവിലെ കുഴികൾ ഇനിയും ഇങ്ങനെ തുടർന്നാൽ നിങ്ങൾ മറുപടി പറഞ്ഞേ തീരുകയുള്ളൂ. ക്യാമറമാൻ ബിജു പരവിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.